ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഇന്ന് വീട്ടിലാരുമില്ല, ഞാനും അനിയത്തിയും അച്ഛമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയുടെ കൊച്ചിച്ചൻ മരിച്ചത് 16 അപ്പോൾ അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ കൂടി പോയിട്ടുണ്ട്. ഞാനും അനിയത്തിയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ വ്ളോഗ് എടുക്കാമെന്ന്. വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ. അപ്പോൾ ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്തു, എന്തൊക്കെ കഴിച്ചു എന്നുള്ളതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മഴയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വ്ളോഗ് എവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കറണ്ട് ഉള്ളിടത്തോളം ഉള്ള വ്ളോഗ് ഞാൻ എടുക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഇടാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം എന്തായാലും ചായ ഇടാം. ചായ കുടിച്ചാൽ നമ്മൾ എനർജറ്റിക് ആവുള്ളൂ. അപ്പം നമുക്ക് ചായ ഇടാം. അതിന് മുമ്പായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി എൻ്റെ അനിയത്തിൽ നിന്ന് രാവിലെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് ചോദിച്ചിട്ട് അനിയത്തിൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ മതി. അപ്പം തന്നെ അവിടെ മുന്നിരിക്കണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ശരി തുറുവെച്ച കൊഴുക്കട്ട, ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് അങ്ങനെയാണ്. തുറുവെച്ചതെന്ന് വെച്ചാൽ അകത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടി ആ മാവ് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ചായക്ക് വെക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും 3 പേർക്കുള്ള ചായ ഇട്ടാൽ മതി. എനിക്ക്, അവൾക്ക്, അച്ഛാമ്മയ്ക്ക്. ചായ കോഫി ഒന്നും ഈ സമയത്ത് കൂടുതലായിട്ട് കുടിക്കലെന്ന് പറയും. പക്ഷേ എനിക്ക് ചായ കുടിച്ചാലേ ഞാൻ ആക്റ്റീവ് ആവുകയുള്ളൂ, എൻ്റെ ബേബി ആക്റ്റീവ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കും. ഞാനാണെങ്കിൽ വലിയൊരു കുത്തുപോണി പുറത്തൊരു വലിയ ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്. അവിടെ ആയിരുന്നാലും ശരി, ഇവിടെ ആയിരുന്നാലും ശരി, ഞാൻ ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അവിടെയാണെങ്കിൽ അമ്മ ചായ കുടിച്ചില്ലെങ്കിലും പറയും, കുടിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് ബാക്കിയുള്ളവരാരെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചായ വരുമ്പോൾ പറയും, അവൾക്ക് തന്നെ കൊടുത്തു, ഞാൻ ഭയങ്കര ചായ കുടിക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ വാങ്ങിച്ച് കുടിക്കും. അങ്ങനെയാണ്. എനിക്ക് അത്രയും ചായ ഞാൻ അഡിക്റ്റാണ്. കോഫിയൊക്കെ കിട്ടിയാൽ കുടിക്കും, പക്ഷെ ചായയാണ് കൂടുതൽ എനിക്ക് താല്പര്യം. നമ്മൾ മഴ എവിടെയെങ്കിലും വെച്ച് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വോയിസ് ഓവറാണ്. ലൈവായിട്ടുള്ള വോയിസ് ഒന്നും കാണൂല. പിന്നെ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഇങ്ങനെ ഇരുണ്ട് അങ്ങ് എത്തിയിട്ടുണ്ട് മഴ. ഇപ്പം പെയ്യും, അങ്ങനെയാണ് ഇരിക്കണം. മഴ പെയ്യുമ്പോൾ നോക്കാം. സൗണ്ട് എന്തായാലും കേൾക്കൂല ഞാൻ പറഞ്ഞ. അപ്പം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ സോ ഐ ജസ്റ്റ് ഗോയിങ് ടു മേക്ക് കൊഴുക്കട്ട. അപ്പം നമ്മൾ ഉപ്പിട്ട വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിനെ വാരി നമുക്ക് ഫ്ലോറിലോട്ട് തട്ടാം. ഒഴിക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ മാവ് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുഴച്ചെടുക്കാം. ഉരുട്ടി വെച്ചിട്ടുണ്ട്. അവൾ എണീറ്റില്ല. അവൾ എണീക്കുമ്പോൾ അവൾക്കുള്ള ചായ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചായ കുടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറു വയ്ക്കാൻ വേണ്ടി തേങ്ങയും ശർക്കരയൊക്കെ റെഡിയാക്കി വെച്ച്, അത് കഴിഞ്ഞിട്ട് മാവിനെ ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. നിറച്ച് ഇങ്ങനെ ഉണ്ടാക്കണം. പൊട്ടിപ്പോയാലൊന്നും ഒരു വിഷയമല്ല. അത് വീണ്ടും ഉരുട്ടി ഉണ്ടാക്കുക. ഇതൊരു 2 എണ്ണമൊക്കെ കഴിക്കുമ്പോഴേക്കും വയറ് ഡുമ്മെന്നോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കൊഴുക്കട്ട കഴിക്കാൻ വേണ്ടി പോകണം. ഒരു ഛർദിലിൻ്റെ
तुम्हें पता चली मुझे ஜெனி இந்த கேமரால விஷுவலே வரல எங்க காமி ஐயோ என்னாச்சுன்னு தெரியலையே லூசு லென்ஸ் கேப் போட்டுருக்கு പഴയ ക്യാമറയിലെ അതാ അപ്പോൾ കാപ്പിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പോൾ ചോറ് കഴിക്കായിരുന്നു ചോറുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചോറിന് കറി എന്തെങ്കിലും വെക്കണമെന്നൊക്കെ വിചാരിക്കണം. അമ്മ പറഞ്ഞ് എന്തെങ്കിലും വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ പോകണം. പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ വെക്കാമെന്ന്. പക്ഷേ സാമ്പാറിന് മലക്കറി ഒന്നുമില്ല. പക്ഷേ മലക്കറി ഇല്ലെങ്കിൽ നമ്മൾ തട്ടിക്കുട്ടി ഒരു സാമ്പാർ ഉണ്ടാക്കും. നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളിയുണ്ട്, ഇതൊക്കെ കൊണ്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഇപ്പം കുറേ ഇലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതല്ല പയർ ഇന്ന് രാവിലെ കൊഴുക്കട്ടയായിരുന്നല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു സാമ്പാറും പയർ തോരനുണ്ടാക്കാമെന്ന്. ഇപ്പം മീൻ അധികം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ പയർ തോരൻ, അപ്പം അതുണ്ടാക്കാം. ഇപ്പോൾ തുറന്നപ്പോൾ ഇങ്ങനെയാണ്, ജസ്റ്റ് മിസ്സ്, സാധനമൊന്നും വെളിയിൽ പോയിട്ടില്ല പയർ. അപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല മഴ, കറണ്ട് പോയി വന്നൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ കൂടുമ്പം പോയും വന്നുമാണ് നിൽക്കണം. പിന്നെ നല്ല കാറ്റൊക്കെ അടിച്ചാൽ മാത്രമേ കുറേ നേരം കറണ്ട് ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തിരി സാധാരണ മഴയ്ക്കൊന്നും അങ്ങനെ കറണ്ട് പോകാത്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് മെനങ്ങാന്ന് കറണ്ട് പോയപ്പോൾ മരമെല്ലാം വീണിട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കറണ്ട് മഴ ഇത്തിരി പെയ്യുമ്പോൾ ഓഫ് ചെയ്ത് ഓണാക്കി അങ്ങനെയാണ്. കുറച്ചും കൂടി 1 മണിയായില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഓ സാറിനാണ് അങ്ങനെയല്ലോ ജന്മത്തന്നെ എതിരായിരുന്നു. അത്രയല്ല കേസ് എടുക്കില്ല സാറേ. സാറിന് അതിൻ്റെ ഒരു അയ്യോ വേണ്ട ഞാൻ വിളിച്ചൊന്നും ആരും അറിയണ്ട. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഞാനും അനിയത്തിയും അച്ചാമ്മയൊക്കെ ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനും അമ്മ ഇതുവരെ വന്നില്ല. അടുത്ത മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എത്ര 2:30 സമയം. അപ്പോൾ വിചാരിച്ച് ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങ് കയറി കുറച്ചേരം കിടന്നിട്ട് 4 മണി, ചിലപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അങ്ങനെയാണ്. അപ്പോൾ അച്ഛനമ്മ വന്നതിന് ശേഷം കാണിച്ചു തരാം. അവർ എപ്പോൾ ഇറങ്ങുമെന്നൊന്നും അറിഞ്ഞൂടെ അവിടെ നിന്ന്. ഞാൻ വിചാരിച്ച് കുറച്ച് കിടക്കാമെന്ന് പറഞ്ഞ് പോകും. പക്ഷേ ഞാൻ ഒന്നും കൂടി എന്തെങ്കിലും ഇങ്ങനെ കലപല എന്തെങ്കിലും പറഞ്ഞ് ചരച്ച് ഇങ്ങനെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അപ്പം കിടന്നിട്ട് വരാം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അച്ഛന് വേണ്ടി മാഗി ഉണ്ടാക്കുന്ന അനിയത്തിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്തോന്നാണ് സവാള ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.